ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ആദ്യം തന്നെ ന്യൂ ഇയറിൻ്റെ ആശംസകൾ നേരുന്നു. 2026 എല്ലാവർക്കും നല്ലൊരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത് ഞാൻ ന്യൂ ഇയറിൽ 1-ാം തീയതി തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വഴിയാണ്. 1-ാം തീയതി എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. 1ഉം 2ഉം ഡ്യൂട്ടി കഴിഞ്ഞ് 3-ാം തീയതിയാണ് കേട്ടോ വീഡിയോ എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ കൊടുക്കുന്നത്. 1-ാം തീയതി തിരിച്ചു വരുന്ന വഴിക്ക് ഇതുപോലെ സ്നോ പെയ്യുന്നുണ്ടായിരുന്നു. നല്ല ഹെവി സ്നോ ആയിരുന്നു കേട്ടോ. രാവിലെ അങ്ങ് പോയപ്പം ചെറിയ മഴയോടുകൂടി സ്നോ ഒക്കെ പെയ്തെങ്കിലും അത്ര കുഴപ്പമില്ലായിരുന്നു. പിന്നെ ആ മഴ കഴിഞ്ഞിട്ട് സ്നോ ആയിരുന്നു. അങ്ങനെ രാവിലെ പെയ്തു തുടങ്ങിയ സ്നോയ് വൈകുന്നേരം ആയപ്പോഴത്തേക്കും കൂടി റോഡൊക്കെ നല്ല മോശമായി തുടങ്ങിയായിരുന്നു. വരുന്ന വഴിക്ക് നല്ല ഹെവി ആയിട്ട് തന്നെയായിരുന്നു സ്നോ പെയ്തുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 3-ാം തീയതിയാണ് വോയിസ് ഓവർ കിടക്കുന്നതെന്ന്. ഈ സമയത്ത് ഇവിടെ നല്ല കട്ടിയിൽ സ്നോ പെയ്ത് കിടപ്പുണ്ട് കേട്ടോ. ഞാനത് പിന്നെ കാണിക്കാം. ഞാൻ സാധാരണ ട്രെയിനിനാണ് കേട്ടോ ഇവിടെ നിന്ന് ജോലിക്ക് പോകാറ്. ഞാൻ താമസിക്കുന്നിടത്തുനിന്ന് കുറച്ച് ദൂരമുണ്ട് എൻ്റെ ജോലി സ്ഥലത്തേക്ക്. 40 മൈലോളം പോകണം. അപ്പം ഇത് പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് ജനുവരി 1 ന്യൂ ഇയർ ഒക്കെ ആണല്ലോ. പബ്ലിക് ഹോളിഡേയ്സിൽ സാധാരണ ട്രെയിനില്ല. അങ്ങനെയുള്ളപ്പോൾ എന്നെ മെൻസേട്ടനാണ് സാധാരണ കൊണ്ടുപോയി വിടുന്നതും കൂട്ടിക്കൊണ്ടുവരുന്നതും കേട്ടോ. പിന്നെ അവിടെ നിന്ന് ആരെങ്കിലും ഇങ്ങ് പോരുന്നവരുണ്ടെങ്കിൽ ആ കൂടെ പോരാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അവിടുന്ന് ആൾക്കാരുണ്ടായിരുന്നെങ്കിലും ഈ സ്നോ ആയതുകൊണ്ട് അവരവിടെ തന്നെ തങ്ങി. അപ്പോൾ പിന്നെ മെൻസേട്ടന് വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇച്ചിരി റിസ്ക് എടുത്തായിരുന്നു പോകുന്നത്. എങ്കിലും ദൈവകൃപയാൽ സേഫായിട്ട് ഇവിടെ എത്തി കേട്ടോ വീട്ടിൽ. പിറ്റേ ദിവസം ഡ്യൂട്ടി ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ഇച്ചിരി റിസ്ക് എടുത്ത് തന്നെയാണ് പോയത്. നന്നായിട്ട് വണ്ടി തിന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ വന്ന വഴിക്ക് കുറച്ച് നേരം സ്നോ ഇല്ലാതെ കിട്ടിയ സമയമാണ് കേട്ടോ ഇത്. കുറച്ച് സമയത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളിപ്പോൾ പോകുന്നത് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്തേക്കല്ല, ഇനി താമസിക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. ദൈവകൃപയാൽ ഒരു വീട് വാങ്ങിച്ച് വീടിൻ്റെ കീ കിട്ടിയത് ക്രിസ്മസിന് 2 ദിവസം മുന്നെയാണ്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഇപ്പം അവിടെ പെയിൻറ്റിങ് നടക്കുന്നുണ്ട്. അന്നേരം അവിടെ വാക്വം ക്ലീനർ കൊണ്ടുപോയി വെക്കണമെന്ന് പെയിൻ്റ് അടിക്കുന്ന ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം നല്ല സ്നോ ആയെന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇപ്പം പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി. അങ്ങനെ പോകുന്നതാണ് കേട്ടോ. അവിടെ കുറച്ച് സ്ഥലത്തെ വാൾപേപ്പർ മാറ്റി പെയിൻ്റ് അടിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ കാർപ്പറ്റാണ് ബെഡ്റൂമിലും കുറച്ച് സ്ഥലങ്ങളിലെല്ലാം. അതെല്ലാം മാറ്റി ഫ്ലോറിങ് ചെയ്യുന്നുണ്ട്. ഈ പണികളെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെയാണ് കേട്ടോ അങ്ങോട്ട് മാറുന്നത്. ഇങ്ങോട്ട് പോകും തോറും കുറച്ചുകൂടി സ്നോ കട്ടിയിലുള്ള പോലെ എനിക്ക് തോന്നി കേട്ടോ. തോന്നലെല്ലാം തോന്നുന്നു കട്ടിക്ക് തന്നെ ഉണ്ടായിരുന്നു. ഇത്രയും നേരം വന്ന വഴിയിൽ നിന്ന് ഇച്ചിരിയും കൂടെ കൂടുതലായിട്ട് തന്നെ സ്നോ ഇവിടെ പെയ്ത് കിടപ്പുണ്ടായിരുന്നു. ഇത് എപ്പോഴും ഇനി താമസിക്കാൻ പോകുന്ന വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ വീട്. വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി ഇറക്കാൻ നിന്നില്ല. അത്യാവശ്യം കട്ടി തന്നെ സ്നോ ഉണ്ടായിരുന്നു അന്നേരം തന്നെ. അപ്പോൾ പിന്നെ വണ്ടി ഇറക്കണ്ടെന്ന് വിചാരിച്ചു. പോയി വാക്വം ക്ലീനർ വെച്ചു. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ലെന്നും പറഞ്ഞിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ ഞാനും ലാസ്റ്റ് ഇറങ്ങി. 1-ാം തീയതി അല്ലേ, ന്യൂ ഇയർ ആയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഞാനും ഇറങ്ങി. വീടിൻ്റെ കീ കിട്ടിയെന്ന് തന്നെ ഞങ്ങൾ ഈശോയുടെ രൂപവും തിരുക്കുടുമ്പവും ക്രിസ്മസിനോടടുത്ത് ആയിരുന്നല്ലോ. അപ്പം ഒരു ചെറിയ പുൽക്കൂടൊക്കെ ആയിട്ട് ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബൈബിളും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെല്ലുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ പിന്നെ പ്രാർത്ഥിച്ച് പിള്ളേർ കുറച്ച് നേരം അവിടെയൊക്കെ കളിച്ചു. അവർക്ക് അവിടെ നിന്ന് പോരാൻ തോന്നുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ പിറ്റേ ദിവസം എനിക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോന്നു. അങ്ങനെ അവിടുത്തെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ പോകുമ്പോൾ കൊണ്ടുപോയി വെക്കാറുമുണ്ട്. അങ്ങനെ കുറച്ച് ചെടിച്ചട്ടികളും അങ്ങനെ അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ, കുറച്ച് ചെടിച്ചട്ടികളും മാറ്റിയത്. പറ്റുന്ന പോലെ പോകുമ്പം എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കാൻ ഇപ്പം അത്യാവശ്യമുള്ളതൊക്കെ ഇല്ലാത്തതൊക്കെ കൊണ്ടുപോയി വെക്കാറുണ്ട്. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് പിന്നെ പോന്നു. ഞങ്ങൾ പോരുന്ന വഴിക്കും നന്നായിട്ട് സ്നോ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ സമയത്തൊക്കെ ഇച്ചിരി സ്നോ കുറഞ്ഞു നിൽക്കുന്നുണ്ട്. പിള്ളേർ കളിക്കുന്നുണ്ടില്ലേ, ആ സമയത്തൊക്കെ കുറച്ച് സ്നോ കുറവുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് നന്നായിട്ട് തന്നെ സ്നോ പെയ്യാൻ തുടങ്ങി കേട്ടോ. പോരുന്ന വഴിയാണ്
അത്യാവശ്യം റിസ്ക് ആണ് കേട്ടോ ഇങ്ങനെ സ്നോയൊക്കെ ഉള്ളപ്പം ഇങ്ങനെ പുറത്തിറങ്ങുന്നതൊക്കെ. പിന്നെ വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങളൊക്കെ ഉള്ളപ്പോഴാണ് പോകുന്നത്. ഡ്യൂട്ടിക്കൊന്നും പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അന്നേരം പിന്നെ അവർക്കും ബുദ്ധിമുട്ടാകും. എങ്കിലും തീരെ മേലെങ്കിൽ പോകാതിരിക്കാറുണ്ട് കേട്ടോ. ഒരു നിവൃത്തിയില്ലെങ്കിൽ പിന്നെ പോകാൻ പറ്റത്തില്ലല്ലോ. ഇനിയിപ്പോൾ എന്തായാലും തിരിച്ചു പോരുന്നത് കുറച്ച് വീഡിയോസ് കാണാം കേട്ടോ. ഞങ്ങൾ ക്രിസ്മസിൻ്റെ കുറച്ച് ലൈറ്റിങ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ. അതൊക്കെ ഒന്ന് കണ്ടു നോക്കേ.
ഇത് 2-ാം തീയതി രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ ഇറങ്ങിയതാണ് കേട്ടോ. 2-ാം തീയതി നേരം വെളുത്ത് നോക്കിയപ്പോൾ നല്ല രീതിയിൽ സ്നോ പെയ്ത് കിടപ്പുണ്ടായിരുന്നു. രാത്രി മുഴുവൻ പെയ്യുമായിരുന്നെന്ന് തോന്നുന്നു. എന്നാണേലും നല്ല കട്ടിയിലായിരുന്നു സ്നോയ്. നല്ല റിസ്ക്കുമായിരുന്നു. തലേദിവസം ന്യൂ ഇയർ ആയതുകൊണ്ട് ആണെന്ന് തോന്നുന്നു. സാധാരണ ഇങ്ങനെ മെയിൻ റോഡുകളിലൊക്കെ സ്നോ മാറ്റി ഉപ്പ് വിതറി പോകാറുള്ളതായിരുന്നു വണ്ടികൾ. ഇത്തവണ ന്യൂ ഇയർ ആയിരുന്നല്ലോ തലേദിവസം, അതുകൊണ്ടായിരിക്കും. എന്നാണേലും ഉപ്പൊന്നും വിതറിയിട്ടില്ലായിരുന്നു. നന്നായിട്ട് വണ്ടി സ്കിഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ച് റിസ്ക്കിലാണ് പോയത്. ദൈവകൃപയാൽ കുഴപ്പമൊന്നും ഉണ്ടായില്ല. സേഫായിട്ട് വീട്ടിൽ വന്നു. ഇത് 3-ാം തീയതി രാവിലത്തെയാണ്. 3-ാം തീയതി ആയപ്പോഴത്തേക്കും വീടിൻ്റെ സ്റ്റെപ്പിനൊപ്പം തന്നെ സ്നോ എത്തി തുടങ്ങി. ചെടിച്ചട്ടികളൊക്കെ മുങ്ങി തുടങ്ങി. അത്രയും കട്ടിയിലായി കേട്ടോ 3-ാം തീയതി. 1-ാം തീയതി രാവിലെ തുടങ്ങിയ സ്നോ വെയിലാണ്. ഇനിയിപ്പം 2 ദിവസം കൂടി ഉണ്ടാകുമെന്നൊക്കെയാണ് പറയുന്നത്. സാധാരണ ഇങ്ങനെ സ്നോ പെയ്യുമ്പം മഴയും കൂടി ഇടയ്ക്കുള്ളതായിരുന്നു. ഇപ്രാവശ്യം അങ്ങനെ മഴയില്ലെന്ന് തോന്നുന്നു. അതാ സ്നോ നല്ല സോഫ്റ്റായിട്ടുള്ള സ്നോയാണ് പെയ്ത് കിടക്കുന്നത്. അതുകൊണ്ട് ഐസായിട്ടില്ല. മഴ പെയ്യുമ്പോൾ കുറച്ചൊക്കെ ഉരുകി പോകാറുള്ളതായിരുന്നു. മഴയില്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല കട്ടിയിൽ തന്നെ ആയി കിടക്കുകയാണ്. ചെടിച്ചട്ടികളുടെ മൂടാറായി കേട്ടോ സ്നോ പെയ്ത്. 1-ാം തീയതി ഞങ്ങൾ ന്യൂ ഇയർ വെൽക്കം ചെയ്തത് സ്നോ പെയ്താണ്. ചെടിച്ചട്ടിയൊക്കെ ആണെങ്കിലും കണ്ടോ മൂടി. ഒരു സൈഡിൽ നിന്ന് മൂടി, ഒരു സൈഡ് മൂടാനുണ്ട്. ഉണ്ടോ? പെയ്തുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇന്നലെ വന്നിട്ട് ജോലി കഴിഞ്ഞ് വന്നതാണ്. ഞാൻ അവിടുന്ന് വരുന്ന ഒരാളുടെ കൂടെയാണ് വന്നത് അബഡീനിലേക്ക്. ഞാൻ ഇച്ചിരി ദൂര സ്ഥലത്തായിട്ടോ വർക്ക് ചെയ്യുന്നത്. അവിടുന്ന് ഇങ്ങ് വന്ന് ഞാൻ അങ്ങോട്ട് ഇറങ്ങിയതാണ്. അവിടെ വീണു. ദൈവകൃപയ കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അന്നേരത്തേക്ക് ചെറിയ വേദന ഉണ്ടായിരുന്നു. ഞാൻ ഓർത്ത് ഇന്ന് പണി കിട്ടുമെന്ന്. പക്ഷേ കുഴപ്പമില്ലായിരുന്നു.